ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. ട്രാവലിംഗ് എന്നും പറയാം, ഒരു വീക്കെൻഡ് വ്ളോഗ് എന്നും പറയാം. ഞങ്ങൾ മെയിനായിട്ട് ട്രാവലാണ് ഇതിൽ ഫുൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇരുമ്പനം വരെ ബൈക്കിന് പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് കാറിന് വന്ന് നമ്മൾ പിക്ക് ചെയ്യും. നമ്മുടെ കാറ് സർവീസിന് കൊടുത്തേക്കണോണ്ടാണ് നമ്മൾ അങ്ങനെ പോയത്. പിന്നെ ഒരു ബൈക്കിനൊരു റൈഡും ആവുമല്ലോ. ജീക്ക് ബേബി കുറേ നാളായി ഇങ്ങനെ ബൈക്കിനൊക്കെ കുറച്ച് ദൂരം ഇങ്ങനെ യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് എന്തായാലും നമുക്ക് ബൈക്കിന് തന്നെ പോകാം എന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങൾ മെട്രോന് പോയാലോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ വേണ്ട, നമുക്ക് ബൈക്കിനാവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോയി വരാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബൈക്കിന് തന്നെ പോയി. പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ജീക്ക് ബേബി ഇതേ ബാക്കിലിരുന്ന് ആ ചാച്ചനെ പിച്ചി പറിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പിച്ചി പറിക്കലൊക്കെ? നല്ല രസമായിരുന്നു. അവനും ഒരു എൻ്റർടൈൻമെൻറ്റ്, എനിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്. അതെ, അങ്ങനെ നമ്മളിത് ഒരു അടച്ചിട്ടിരിക്കുന്ന കടമുറിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ വണ്ടി അവിടെ അങ്ങോട്ട് പാർക്കാക്കി. അങ്ങനെ നമ്മളിതേ ബേസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീക്ക് ബേബി ആണെങ്കിൽ ഇവിടെ നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജീക്കുൻ്റെ ബേസിൽ മാമൻ എത്തി ഗൈസ്. എവിടെ നമ്മുടെ പോളോ? എവിടെ ഗൈസ്? വരുന്നുണ്ട്. ആ കണ്ടോ, ഇങ്ങനെ നമ്മുടെ ബേസിൽ മാമൻ എത്തി ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ കാറിൽ കയറി യാത്ര ആരംഭിച്ചു. കാറിൽ കയറിയ പിന്നെ ബ്ലോക്ക്, എൻ്റെ പൊന്നോ എന്തൊരു ബ്ലോക്കായിരുന്നു. നമ്മൾ എത്ര നേരം ബ്ലോക്കിൽ കിടന്നൊന്നും വല്ല ഐഡിയ ഉണ്ടോ? ഏകദേശം ഒരു 45 മിനിറ്റിന് മുകളിൽ നമ്മുടെ ആ കോലഞ്ചേരി മൂവാറ്റുപുഴ റൂട്ടിൽ നമ്മൾ റോഡ് പണി കാരണം ബ്ലോക്കിൽ വലയിടത്തായിട്ട് കിടക്കേണ്ടി വന്നു. ഇരുമ്പനം തൊട്ടേ ബ്ലോക്ക് കിട്ടി തുടങ്ങി, ഫുൾ ബ്ലോക്കായിരുന്നു. അതെ, നമ്മൾ കാർ പ്ലേ ഓണായതുകൊണ്ട് നമ്മുടെ ഓഡിയോ കിട്ടിയില്ല. ഇവിടെ ജേക്ക് ബേബി ബേസിൽ വണ്ടി വീശുമ്പോൾ അയ്യോ അമ്മേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ പറഞ്ഞോണ്ടിരുന്നേ എന്ന് പറഞ്ഞോണ്ട് അയ്യോ അമ്മേ രക്ഷിക്കണേ ഇതായിരുന്നു ജേക്ക് ബേബിയുടെ ഡയലോഗ്. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ആളെൻ്റെ മടിയിൽ വന്നിരിപ്പായി. പിന്നെ ഫോണ് കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുറേ കോപ്രായങ്ങൾ, വെറുതെ ഒരു രസം, ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലേ? അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. കുറേ നേരം ബ്ലോക്കിലിരുന്നില്ലേ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ ഇതെവിടെയാ, സ്ഥലം എവിടെയാ? മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. അതെ, അതിൻ്റെ അടുത്തൊരു ഈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി കയറിയിട്ട് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു ഷൂ റാക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ കയറിയിട്ട് ഷൂ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഷൂ ഒക്കെ നോക്കാൻ കയറിയതാണ്. ഞാൻ ഉദ്ദേശിച്ചൊരു ന്യൂ ബാലൻസിൻ്റെ ഒരു മോഡലായിരുന്നു. അത് കിട്ടാത്തതുകൊണ്ട് പയ്യെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും താഴെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഷൂകളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പയ്യെ അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത്. അതെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തി പിന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ചതേ ഇരിക്കുന്ന കണ്ടോ, കയ്യെ കുടിഞ്ഞൊരു മഹാൻ, അതാണ് നമ്മുടെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ അതേ ഇവിടെ ജേക്ക് ബേബിക്ക് അവിടെ ബെഡ് ഇട്ട് എടുത്തപ്പോൾ അവിടെ കിടപ്പായി. പിന്നെ പിന്നെ എല്ലാവരും കൂടി ഇഷ്ടംപോലെ ഓഡിയൻസ് അല്ലേ. അതെ, പിന്നെ എല്ലാവരും കൂടി വിശേഷം പറച്ചിലായി, കഥ പറച്ചിലായി, എന്തൊക്കെയോ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടായി. ബേസിലായിരുന്നു ഞങ്ങളുടെ മെയിൻ താരം. ബേസിലിനെ എല്ലാവരും കൂടിയിട്ട് ആക്കുമായിരുന്നു. സാധാരണ നമ്മളിങ്ങനെ വട്ടത്തിലിരിക്കുമ്പോൾ നടുക്ക് വന്നിരിക്കുന്നവനെയാണ് സാധാരണ നമ്മൾ ഏറ്റവും കൂടുതലിട്ട് ആക്കുന്നത്. പക്ഷെ ഇത്തവണ ആ ഭാഗ്യം കിട്ടിയത് ബേസിലിനാ. എതിലേ പോയാലും ഇപ്പം എല്ലാവരും ബേസിലിൻ്റെ മുകളിലാണെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് സത്യാവസ്ഥ. അതെ, അതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ മമ്മിയും ഡാഡിയും കൂടി നല്ല എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പിന്നെ അതിന് തന്നെ പല പേരുകളുണ്ടെന്നുള്ള അന്നത്തെ ദിവസം മനസ്സിലായി. ഏഷ്യാഡ്, എല്ലും കപ്പ ബിരിയാണി, അങ്ങനെ കുറെ പേരുകളുണ്ടെന്നുള്ള. അതെ, നിങ്ങളുടെ നാട്ടിൽ എന്താ അങ്ങനെ പറയണേന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടിരുന്നു. പിന്നെ നമ്മുടെ അവിടെ വാക്സ് സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എടുത്തൊരു ചെറിയ ക്ലിപ്പും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ടോളൂ. കൈ രണ്ടും പോയിരിക്കുന്നവൻ്റെ അവനെ എണീറ്റ് ഓടത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. കാരണം അവന് വലിയധികം നമ്മളെ തടയാൻ പറ്റത്തില്ല. ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ചെറിയൊരു വാക്സ് സ്ട്രിപ്പ് ചലഞ്ചും കൂടെ അങ്ങ് ചെയ്ത് വെച്ചു. പക്ഷെ അതൊന്നും അവൻ ഏറ്റില്ല ഗൈസ്. അതെ,
അമ്മയുടെ മോന്റെ രോമ ഊരുക. പറിച്ചോ, പ്രൊഫഷണൽ ആയിട്ട് പറിച്ചോ. താഴത്തേക്ക് മുട്ട പറ്റും. വരുമോ? ഞാൻ വേറെ പറിക്കാം. ഇതിനൊരു ശബ്ദം നീ ചേക്ക് 1 2 3 എണ്ണ. 1 2 3 നിസാരം. അങ്ങനെ സ്പീഡ് എടുക്കണ്ടായിരുന്നു, ഇങ്ങനെ പയ്യെ പയ്യെ പയ്യെ. പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം മോർണിംഗ് തൊട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റു, പല്ലൊക്കെ തേച്ചു, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ദേയാച്ചനെ വിളിച്ച് എണീപ്പിക്കുമായിരുന്നു. എന്താണെന്നറിയില്ല, പതിവില്ലാതെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് എണീറ്റ് വന്നത്. എന്ത് പറ്റി? ഞാൻ എന്നും സന്തോഷത്തോടെ എണീറ്റ് വരാറുള്ളൂ. ഓഹോ, അപ്പടിയോ? ഓക്കെ, അങ്ങനെ നമ്മളിതേ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ. നമ്മൾ ശരിക്കും ബൈക്കിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്, പക്ഷെ മഴ കാരണം നമ്മളെ കാർ എടുക്കേണ്ടി വന്നു. നല്ല സർവീസൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ച കാറ് കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോയി. ജീക്കു ബേബിനെയും കൊണ്ടുപോകണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അമ്മയും പള്ളിയിൽ പോയി, ഇവിടെ നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ആൾ തന്നെ എണീറ്റ് വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, കുർബാനയൊക്കെ കണ്ടു ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി പുറത്തുനിന്ന് കഴിക്കാമെന്ന്, അല്ലേ? അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് വിട്ടു. അവിടെയുള്ള ഇഡ്ഡലി കഫേയിൽ കയറി കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ബൃന്ദാവനിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ബൃന്ദാവനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റത്തെ പാർക്കിങ് ഫുള്ളായിരുന്നു, അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സെക്കൻഡ് പാർക്കിങ്ങിൽ പോയി, പാർക്കിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്താ നമ്മൾ കഴിച്ചത്? മസാല ദോശ. അതെ, ഇവിടുത്തെ ക്ഷയരോഗിയുടെ ചുമ ഇതുവരെ മാറിയിട്ടില്ല ഗൈസ്. ഇപ്പം നമ്മൾ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ പോലും മിക്കവാറും ഉള്ള കോൺവെർസേഷൻ ചുമ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. മിക്കവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ എനിക്കാണെങ്കിൽ ആ ചുമയുടെ മരുന്ന് കഴിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഫുൾ ജോയിൻറ്റ് പെയിൻസ് ഒക്കെയാണ്. ഇന്നലെ കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബൃന്ദാവനിലെ മസാല ദോശ? നല്ല ഫുഡായിരുന്നു. നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാത്തത് നമ്മൾ ലൈക്ക് അവിടെ തിരക്കുണ്ടായിരുന്നുകൊണ്ട് നമ്മളും വേറൊരു ഫാമിലിയും കൂടെ ഒരൊറ്റ സെക്ഷനിലായിരുന്നു സീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഒരു പ്രൈവസിയെ മാനിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കാൻ. അതെ, അവർക്കതൊരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ജയ്ക്കു ബേബി ഒരു യെല്ലോ കളർ താറ് കണ്ടു. പിന്നെ ആൾ അതിലായിരുന്നു, അതിൽ കയറണം ഒക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തി കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇവിടെ പ്രാർത്ഥന. അതെ, ഇന്നിവിടെ നമ്മുടെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ കഴുന്ന് വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്കൊന്ന് ഒതുക്കിയിടാനുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, ചെന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. നല്ല ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, അല്ലേ? അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇപ്രാവശ്യവും കൂടി ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു അച്ചാച്ചൻ. പിന്നെ ജയ്ക്കു ബേബി രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ നല്ലൊരു വാശിക്കാരനായിരുന്നു. അങ്ങനെ പാലൊക്കെ കുടിച്ച് ജയ്ക്കു ബേബിനെ ഞാൻ കിടത്തി ഉറക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ എത്തിയപ്പോഴാണ് അത് കണ്ടത്. അച്ചാച്ചൻ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ വെച്ചു. നമ്മുടെ കഴുന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും അവരെ കാണുന്നില്ല ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളത് പതുക്കെ മേളിൽ കയറി പുറത്തിരുന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ അച്ചാച്ചൻ എന്ത് വീഡിയോ കണ്ടോണ്ടിരുന്നേ? ഗുജറാത്തിൽ ആരാണ്ടോ വാറ്റുചാരായ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വന്ന വീഡിയോ. അതെ, അതൊക്കെ കണ്ടോണ്ടിരിക്കുമായിരുന്നു. പിന്നെ വേറെന്താ നമ്മുടെ വിശേഷം? വേറെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനി നമ്മുടെ കഴുന്ന് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനാണ് കഴുന്ന് വരാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ടേബിളും ഇതൊക്കെ സെറ്റാക്കി വെച്ചത്. കാരണം ഇവർ ആദ്യം തൊട്ടുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയെ എല്ലാവരും പോകണമല്ലോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ പോയേക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ കഴുന്നെത്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, വരുന്നുണ്ട്.
അങ്ങനെ അതേ വരുന്നു. നമ്മുടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ജേക്കബ് ബേബി ഇങ്ങനെ അന്തം വിട്ടിരിക്കുമായിരുന്നു, എന്താ ഇവിടെ സംഭവിക്കുന്നത്, എല്ലാവരും കൂടി എങ്ങോട്ടായി വരുന്നത് എന്നൊക്കെ നോക്കി. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പ്രെയറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയും നമുക്ക് സെബസ്റ്റ്യാനോസ് പുണ്യാളൻ്റെ അമ്പ് കൊണ്ടുവന്ന് നമ്മൾ ജസ്റ്റ് മുത്തുന്നൊരു ചടങ്ങായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജയ്ക്കുനെ ഞാൻ കൈപിടിച്ചിട്ട് ഉമ്മ കൊടുത്തോളാൻ പറഞ്ഞു. അവനിത് എവിടെ ഉമ്മ കൊടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റ് അവൻ കറക്റ്റായിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും അവനെ എടുത്തുകൊണ്ട് മേമ പോയി. ഇനി ബാക്കി വീടുകളിലെല്ലാം അവനും ഒരു അതിഥിയായിട്ട് ചെല്ലാമെന്നും പറഞ്ഞിട്ട് അങ്ങ് പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി അച്ചാച്ചനുണ്ടാക്കിയ നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് രാത്രി ഒരു വൈകുന്നേരം നമുക്കൊരു മാമോദിസ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബേബിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോത്തുസേര പോയായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ ഞാനും അമ്മയും മേമയും അച്ചാച്ചനും ജേക്കബ് ബേബിയും കൂടിയാണ് പോയത്. അവിടെ ചെന്ന് നമുക്ക് 3 പേർക്കും വാങ്ങാനുണ്ടായിരുന്നു. 3 പേരും ഗിഫ്റ്റൊക്കെ വാങ്ങി നമ്മൾ പുറത്തുനിന്ന് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള കാലിക്കറ്റ് ബേക്കേഴ്സിൽ വന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ജേക്കബ് ബേബിക്ക് ഡോണറ്റ് വേണം. ഈ ഡയന റോമയൊക്കെ കണ്ടിട്ട് ജേക്കബ് ബേബി ഇപ്പോൾ എല്ലാ സാധനങ്ങളുടെയും പേരൊക്കെ തന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ അവൻ ഡോണറ്റ് കഴിച്ചു. ഇവിടെ ഇരിക്കുന്ന ഇല്ല, അതിൻ്റെ അകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ 2 കോഫി ഒരു ചായ എന്ന് പറഞ്ഞപ്പോൾ ജയിക്കൂ വിരലൊക്കെ കറക്റ്റ് കാണിച്ചിട്ട് ഒരു ഡോനറ്റ് ഒന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു വീക്കെൻഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീക്കെൻഡ്? തകർത്തല്ലേ. കുറെ വീഡിയോസ് ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. കൂട്ടുകാരോട് അടിച്ചു പൊളിക്കുന്നതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് സാധനങ്ങൾ കിട്ടിയത്. ഇത് കൂടുതൽ യാത്ര ആയിപ്പോയി അല്ലേ. നമുക്ക് ഇനിയും ആയിട്ട് കൂടുമ്പോൾ ഇനിയും വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. അപ്പോൾ ഇനിയും ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് വരുന്നവരേക്കും ബൈ.